പറയാ നിങ്ങൾ പഴച്ചോരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്. ഞങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്, നബി, സഹാബത്ത് അവരൊക്കെ നടന്ന വഴിയിലൂടെ അങ്ങനെ താവഴിയായിട്ട് ഇപ്പോ വടുവഞ്ചാലിലും വയനാട്ടിലും കേരളത്തിലൊക്കെ ഇപ്പൊ ഞങ്ങളാ റെഡി. ബാക്കിയുള്ളവരൊക്കെ പഴച്ചോര്. എന്താ അവരുടെ പഴവ്? അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും, റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കൂല, മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൂല. എന്നാൽ അവരോടൊക്കെ ബഹുമാനമില്ലേ? ബഹുമാനമുണ്ട്. അമ്പിയാക്കളെ ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ ബഹുമാനിക്കുന്നു, മുഅ്ജിസത്തുകൾ അംഗീകരിക്കുന്നു, കറാമത്തുകൾ അംഗീകരിക്കുന്നു, ദിക്റുകൾ നൂറുകണക്കിന് അവരും ചൊല്ലുന്നു, സ്വലാത്തുകൾ അവരും നൂറുകണക്കിന് നിർവഹിക്കുന്നു. പക്ഷേ ഇവരുടെ ഈ തരികിട സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറില്ല. സ്വലാത്ത് മജ്ലിസുകൾ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൂട്ടിയിട്ട് പരിപാടി എന്താ? അവിടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിന്റെ നഗരികളാണ്, കച്ചവട നഗറുകളാണ് സ്വലാത്ത് നഗറുകൾ. നബിയോട് വിളിച്ച് തേടുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? ഇവിടെ ഞങ്ങൾ എത്ര ആളാണ് വന്നിരിക്കുന്നത് മുത്ത് നബിയെ, നിങ്ങൾ ഞങ്ങളെ നോക്കുന്നില്ലേ? ഞങ്ങളെ സഹായിക്കൂ നബിയെ, ഞങ്ങൾ സാധുക്കളാണ് നബിയെ, ഞങ്ങളുടെ കൈപിടിക്കൂ നബിയെ, രോഗികളാണ് ശിഫ നൽകൂ നബിയെ, പാപികളാണ് പാപം പൊറുക്കൂ നബിയെ, കടം കൊണ്ട് വലഞ്ഞവരാണ് കടം വീട്ടി തരൂ മുത്ത് നബിയെ, മക്കൾ വിവാഹം കഴിയാനുണ്ട് മക്കളെ വിവാഹം എളുപ്പാക്കി തരൂ നബിയെ, ജോലിയില്ലാത്ത മക്കളുണ്ട് ഗൾഫിൽ ജോലി ശരിയാക്കി തരൂ നബിയെ. ഇങ്ങനെ നൂറുകൂട്ടം ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയതാ എല്ലാം അള്ളാന്റെ റസൂലിനെയും മഹാത്മാക്കളെയും ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന മജ്ലിസുന്നൂറുകള്, സ്വലാത്ത് മജ്ലിസുകള്, ഇതൊക്കെ നടത്താത്തതാണോ ഞങ്ങൾ പുത്തൻവാദികളായതിന്റെ രേഖ? എങ്കിൽ അതൊന്ന് പറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഏത് നബിയെ എടുത്തോ, ഏത് സഹാബിയെ എടുത്തോ, റബ്ബല്ലാത്തവരോട് അവർ വിളിച്ച് തേടിയിട്ടില്ല. ഒരൊറ്റ സഹിഹായ ഹദീസിലും കാണില്ല, ഒരു ദുആയിലും കാണില്ല. അവരാരും ഇങ്ങനെ ഈ വിധത്തിലുള്ള മജ്ലിസുകളെ സംഘടിപ്പിച്ചിട്ട് അവര് മുത്ത് മുസ്തഫയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ഓ നബിയേ, യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. മജ്ലിസുന്നൂറുകളിൽ, സ്വലാത്ത് മജ്ലിസുകളിൽ ഇവരിങ്ങനെ ഒച്ചയിട്ടുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആരോട്? മുത്ത് മുസ്തഫയോട്. അല്ലാഹുവിന്റെ റസൂൽ അത് അംഗീകരിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതാണോ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്ത് മുസ്തഫയോടുള്ള തേട്ടമാണോ? എന്താ സ്വലാത്തിന്റെ അർത്ഥം? സ്വലാത്ത് പോലും അല്ലാഹുവിനോടാണ് തേടുന്നത്. എന്ത്? നബിക്ക് ഗുണം ചെയ്യണേ അല്ലാഹ്, നബിക്ക് രക്ഷ നൽകണേ അല്ലാഹ്. ഇതല്ലേ സ്വലാത്ത് സലാമിന്റെ ആശയം. അതല്ലാതെ നബിയെ എനിക്ക് ഗുണം തരണേ എന്നാണോ? നബിയെ എനിക്ക് രക്ഷ തരണേ എന്നാണോ? ഒരിക്കലുമല്ലല്ലോ. അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? സ്വലാത്ത് പോലും അല്ലാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാണ്, അതല്ലാതെ നബിയോടുള്ള തേട്ടമല്ല. അങ്ങനെ തേടാനാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അങ്ങനെ എനിക്ക് വേണ്ടി ഒരു സലാത്തിനെ ചോദിച്ചാൽ അള്ളാഹ് അവന് 10 ഗുണം കൊടുക്കുന്നതാണ്. ആ സലാത്താണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നു, ബാങ്ക് വിളി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ നമ്മൾ ഇരുന്ന് സലാത്തുകൾ ഇഷ്ടംപോലെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രത്യേകം എവിടെയൊക്കെ സലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ചൊല്ലുന്നു. അതിന്റെ പുറമേ ഒഴിവും സൗകര്യവും ഒക്കെ കിട്ടുമ്പോൾ ഓരോരുത്തരുടെയും സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്രയും നമ്മളൊക്കെ ചൊല്ലുന്നു. ഈ സലാത്ത് ഇവിടെ ആരാണ് എതിർത്തത്? നേരെ മറിച്ച് നിങ്ങളുടെ നാരിയ സലാത്ത്, അതുപോലെ തന്നെ 6000 വട്ടം ഖുർആൻ ഓതിയാൽ കിട്ടുന്നതിനേക്കാളും മേന്മയുള്ള ഒരു സലാത്തുണ്ടത്രേ. ആ സലാത്താണത്രേ സ്വലാത്തുൽ ഫാത്തിഹ്. അങ്ങനെ ഒരു സ്വലാത്ത് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏത് പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ്, അതങ്ങോട്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ ഒരു സ്വലാത്തുൽ ഫാത്തിഹ്, അതിന് മുസ്ലിയാക്കന്മാർ പറയുന്ന പുണ്യം എത്രയാണ്? 6000 ഖത്തം തീർത്താൽ കിട്ടുന്നതിനേക്കാളും കൂലി ആ സ്വലാത്ത് ഒരിക്കൽ ചൊല്ലിയാൽ തന്നെ കിട്ടും. ഇതിലേറെ കളവീനി എന്താ പറയാനുള്ളത്? ഇതിലേറെ ഏറ്റവും വലിയ അനിസ്ലാമിക വാദം ഇനി എന്താ പറയാനുള്ളത്? അതല്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് വാദമുണ്ടോ? അവർ പറയട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ മുത്ത് മുസ്തഫയുടെ പേരിൽ നമ്മൾ സ്വലാത്തിന് എതിരാന്നാ പ്രചരിപ്പിക്കണം. എന്താ പറയുക? ഈ സ്വലാത്ത്, ഈ രൂപത്തിലുള്ള ഈ പിരിവ് സ്വലാത്ത് ഉണ്ടല്ലോ, അതിന് നമ്മൾ പോകാറില്ല. വാപ്പന്റെ കബറിലേക്ക് ട്യൂബ്ലൈറ്റ് ഇടാൻ ഒരു സ്വലാത്ത്, വാപ്പന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ ഒരു സ്വലാത്ത്, ഞാൻ കൊടുക്കുന്ന കോഴിമുട്ട, ഇത് എല്ലാവരും കഴിച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, അത് ചെല്ലിയും സ്വലാത്ത് എന്ന് പറയാ. ഇങ്ങനെ ഒരു പിരിവ് സ്വലാത്ത്, ഇങ്ങനെ ഒരു പിരിവ് ദിക്ർ, ഇതേപോലെ തന്നെയുള്ള കുറെ കാട്ടിക്കൂട്ടലുകൾ, അതുപോലെ തന്നെ എന്തിനും ബദരീങ്ങളെ വിളിച്ച് തേടുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ. അല്ലൽ മീഗന്ധേ കടത്തില്ലാകപ്പെട്ടോർ അസ്മാഊരത്താൽ കടം വീടും മജ്ലിസുന്നൂറിലേക്ക് വിളിക്കുന്നത് എന്തിനാ? ഉമ്മാ ഉപ്പ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടോ? നിങ്ങൾ ഞങ്ങളെ മജ്ലിസിൽ വന്ന് ഇരുന്നിട്ട് അങ്ങനെ നിങ്ങൾ അതൊന്ന് പങ്കെടുത്താൽ നിങ്ങളുടെ കടം വീടുമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുകയാണ്. മുസ്തഫയുടെ കാലത്ത് എത്ര സഹാബിമാർക്ക് കടമുണ്ടായി? അള്ളാന്റെ റസൂല് പറഞ്ഞോ ഒരിക്കലെങ്കിലും നിങ്ങൾ ബദരീങ്ങളുടെ പേര് പറഞ്ഞോ? അതല്ലെങ്കിൽ എന്റെ പേരും മുൻകഴിഞ്ഞ നബിമാരുടെയും അസ്മാവ് പറഞ്ഞോ, പേര് പറഞ്ഞോ എന്ന് മുസ്തഫ പറഞ്ഞിട്ട് അവിടെ ഒരു മജ്ലിസുന്നൂർ അള്ളാന്റെ റസൂല് സംഘടിപ്പിച്ചോ? ഒരു സലാത്ത് മജ്ലിസ് എവിടെ നിന്ന് അള്ളാന്റെ റസൂല് സംഘടിപ്പിച്ചോ? അവർക്കാർക്കും അത് പരിചയമല്ല.
ഇപ്പൊ തുടങ്ങിയതല്ലേ ഈ പരിപാടിയൊക്കെ. എന്നിട്ട് ഇങ്ങനെ തട്ടും മുട്ടും പാട്ടും ദാഹം മൗത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഴീനവനാട്ടുവാൻ ബദിരീങ്ങളെ തുണറബ്ബന. ഇങ്ങനെ മരിക്കണ നേരത്ത് ഞങ്ങൾക്ക് കെലിമേലി മരിക്കാൻ പറ്റണേ ബദിരീങ്ങളെ, ഞങ്ങൾക്ക് നല്ല ദാഹം കൂടുമ്പോൾ ദാഹം മാറ്റി തരണേ ബദിരീങ്ങളെ. ഇങ്ങനെയൊക്കെ ബദിരീങ്ങളോട് ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മജ്‌ലിസിലാണ് വരീൻ. എന്നിട്ട് കവറും കൊടുക്കുക, പിരിവ് നടത്തുക. ഇനി അത് എന്തെങ്കിലും നിങ്ങൾ മജ്‌ലിസുന്നൂറിൽ വരാതായാലോ അല്ലെങ്കിൽ സ്വലാത്ത് മജ്‌ലിസിന് എത്താതായാലോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാവുന്ന കുരുത്തക്കേടും നിങ്ങളെ പ്രയാസവും നിങ്ങളെ രോഗമൊക്കെ അതാക്കി മാറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ പറയുന്നത് നിങ്ങളെ വീട്ടിൽ രോഗമുണ്ടോ, പെണ്ണിന് ഊരവേദനയാ, മാപ്പിളയുടെ കാല് മുറിഞ്ഞു അല്ലേ, ക്ലോസറ്റിൽ വഴുക്ക്, പിന്നെ ബാത്റൂമിൽ വഴുക്ക് വീണു അല്ലേ, പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അന്നേ പറഞ്ഞില്ലേ നിങ്ങളെ കന്നിമൂല ശരിയല്ല, നിങ്ങളെ അടുക്കള ഏത് ഭാഗത്തേക്കാ നിൽക്കുന്നത്, നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താ, നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാ എടുത്തത്, അതാണ് പ്രശ്നം. എന്നിട്ട് ഒരു ശൈത്താൻ തങ്ങൾ കയറി വരും. കയറി വന്നിട്ട് വീട്ടിൽ വല്ല വടിയോണ്ട് കൊത്തിങ്ങനെ കൊത്തിയിട്ട് പറയും ഇവിടെ പൊളിക്കണം, അവിടെ മുറിക്കണം, ഇത് തൂർക്കണം, ഇത് മാറ്റിപ്പണിയണം. അടുപ്പ് പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തീ കത്തിക്കണത്, അതന്നെ നിങ്ങളെ വീട്ടിലെ തലവേദന പോകാത്തത്. നിങ്ങളുടെ ടോയ്ലറ്റ് ഈ ഭാഗത്താണ്, അതന്നെ നിങ്ങൾ വഴുക്ക് വീണത്. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ അതൊക്കെ മാറണോ, 1000 രൂപ നമ്മളെ മജ്‌ലിസിൽ തന്നോളി, എല്ലാ പ്രശ്നവും തീരുന്നു പറയും ഈ ചൂഷകന്മാര്. ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മെക്കുറിച്ച് ഇവർ സ്വലാത്ത് വിരോധികളാ, ദിക്ർ വിരോധികളാ, കേൾക്കരുത്, കാണരുത്, മിണ്ടരുത്, തുടരരുത് എന്ന് നമ്മെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാ വിഷയം, ഇതാ പ്രശ്നം. ഒരുപാട് നുണകൾ പറഞ്ഞാണ്ട് പഠിപ്പിച്ചിരിക്കുകയാണ് കുടുംബങ്ങളെ. അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നിട്ട് കേട്ടാൽ നുണകളുടെ ഓരോന്നും കൊണ്ട് പൊളിയോലോ. പണ്ട് മറ്റേ കൗമ് ചെയ്ത പോലെ മുസ്തഫയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു വീടുകളിലൊക്കെ. മുസ്തഫ അതൊക്കെ നേരെ അതിന്റെ വസ്തുതയോട് പറയുന്നത്. ഇവരെങ്ങാനും ഖുർആൻ കേട്ടാൽ പിഴക്കുന്ന നാട്ടിലെ അബൂജഹിൽ പ്രമാണിമാർക്കും പുരോഹിതന്മാർക്കും നല്ല പേടിണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ആ നിലക്കുള്ള അബൂജഹിൽ അടക്കമുള്ള ആ പുരോഹിതന്മാർ ജനങ്ങളോടെന്ന് പറഞ്ഞത് കേട്ടുപോകരുത്. എന്നിട്ടും എന്ത് ചെയ്യുന്നറിയോ? ചരിത്രത്തിൽ കാണാം, അള്ളാന്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ വശ്യതയിൽ ഇങ്ങനെ മുഴുകിയിട്ട് പാർത്തും പതുങ്ങിയിട്ടൊക്കെ ഇരുട്ടത്ത് ആളുകൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. ചരിത്രം അത് ഈ ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എന്ത് ചെറ കെട്ടിയിട്ടും കാര്യമല്ല പുരോഹിതന്മാരെ, നിങ്ങൾ എന്ത് കള്ളത്തരങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും കാര്യമല്ല. ലോകം മാറിയിട്ടുണ്ട്. സദസ്സിൽ വരാതെ തന്നെ ഈ ആളുകൾക്ക് ദീന് കേൾക്കാൻ പറ്റും.